ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം മഹത്വമുണ്ടാകട്ടെ. ഇന്ന് പ്രഭാതത്തിൽ ദൈവജനവുമായി സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ തന്ന ചിന്ത 81 സങ്കീർത്തനം 15-16 വാക്യം. യഹോവയെ പകയ്ക്കുന്നവർ അവന് കീഴടങ്ങുമായിരുന്നു, എന്നാൽ ഇവരുടെ ശുഭകാലം എന്നേക്കും നിൽക്കുമായിരുന്നു. അവൻ മേൽത്തരമായ ഗോതമ്പ് കൊണ്ട് അവരെ പോഷിപ്പിക്കുമായിരുന്നു. ഞാൻ പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുമായിരുന്നു. ഇസ്രായേൽ ജനത്തിനു വേണ്ടി ദൈവം ഒരുക്കിയ ശ്രേഷ്ഠമേറിയ ഒരു പദവി, അല്ലെ ഒരു അനുഗ്രഹം, ഒരു ശുഭകാലം, അതിലേക്ക് ദൈവം അവരെ വിളിച്ചു. അതിൽ അവരെ ആക്കുവാൻ ദൈവം ആഗ്രഹിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ ആഗ്രഹം പോലെ അവർക്ക് ആ ശുഭകാലത്തിൽ നിൽക്കുവാനായി കഴിഞ്ഞില്ല എന്നത് സങ്കീർത്തനക്കാരൻ ഇവിടെ എടുത്ത് പറയുകയും, ശുഭകാലത്തെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ പറയുന്ന പദം അതിൻ്റെ 14-15 വാക്യങ്ങളുടെ ആദ്യങ്ങളിൽ കിടക്കുന്ന ഭാഗത്ത് പറയുന്നത്, അവരുടെ ശത്രുക്കൾ കീഴടക്കുമായിരുന്നു, അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു. വൈരികളുടെ നേരെ എൻ്റെ കൈ തിരിക്കുമായിരുന്നു. യഹോവയെ പകയ്ക്കുന്നവർ അവന് കീഴടങ്ങുമായിരുന്നു. എന്ന് വെച്ചാൽ, ഈ ജനത്തിനെതിരെ നിൽക്കുന്ന ശത്രുക്കളെ ദൈവം കീഴടക്കി, ദൈവത്തിൻ്റെ കൈ അവർക്കെതിരെ തിരിച്ച് ഒരു സമാധാന അന്തരീക്ഷം ആ ജനത്തിന് കൊടുക്കുമായിരുന്നു എന്നതാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ശുഭകാലത്തിന്റെ പ്രത്യേകത എന്നുള്ളത് ഒരു സമാധാന അന്തരീക്ഷത്തിൽ, ചുറ്റുപാടും സമാധാന അന്തരീക്ഷം ആക്കപ്പെടുക എന്നുള്ളത്. അത് ദൈവം ഇവരെക്കുറിച്ച് ആഗ്രഹിച്ചു. അത് ദൈവത്തിൻ്റെ ആഗ്രഹമായിരുന്നു അവരുടെ ചുറ്റുപാടുമുള്ള ശത്രുക്കളെ മുഴുവൻ കീഴടക്കി അവർക്ക് ഒരു സമാധാനം കൊടുക്കണമെന്നുള്ളത്. ഹല്ലേലൂയ. നമുക്ക് ശലോമോന്റെ ഭരണകാലത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ മനസ്സിലാകുന്നത്, ശലോമോൻ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു രാജാവായി തീരുവാൻ കാരണം സമ്പത്തുകൊണ്ട്, ജ്ഞാനം കൊണ്ട് എല്ലാം ഒരു സുവർണ കാലഘട്ടമായി ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ ശലോമോന്റെ കാലഘട്ടം എഴുതാൻ കാരണം, അവന്റെ കാലയുദ്ധമൊന്നും നടന്നില്ല. ശത്രുരാജ്യങ്ങളെല്ലാം അവന് കീഴടങ്ങി അവനെ സേവിച്ചു, അല്ലെങ്കിൽ അവന് കപ്പം കൊടുത്തു എന്നത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ സമാധാനവും സ്വസ്ഥതയുമുള്ള ഒരു കാലത്തിലേക്കാ, അല്ലെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, ഒരു സ്ഥലത്തേക്കായിരുന്നു ദൈവം ഇവരെ വിളിച്ചുകൊണ്ട് വന്നത്. കനാനെക്കുറിച്ച് രേഖപ്പെടുത്തുന്നിടത്തെല്ലാം സമ്പൽ സമൃദ്ധിയുടെ സ്ഥലമെന്ന എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആ സമ്പൽ സമൃദ്ധിയായ സ്ഥലം ഇസ്രായേൽ ജനത്തിന് ദൈവം കൊടുത്തത്. സ്വസ്ഥതയുള്ള, ഹല്ലേലൂയ, ശത്രുക്കൾ കീഴടങ്ങിയ അവസ്ഥ, സമ്പൽ സമൃദ്ധമായ ഒരു സ്ഥലം. പ്രൈസ് ദി ലോർഡ്. ഇതെല്ലാം ദൈവം അവർക്ക് കൊടുത്തതാണ്. നമ്മൾ ഈ സങ്കീർത്തനത്തിൽ തന്നെ പറയുന്നത്, മേൽത്തരമായ ഗോതമ്പ് കൊണ്ട് ഞാൻ അവരെ പോഷിപ്പിക്കുമായിരുന്നു എന്ന് വെച്ചാൽ, ദൈവം എപ്പോൾ കൊടുത്താലും മേൽത്തരമായതാണ് കൊടുക്കുന്നത്, ഏറ്റവും ശ്രേഷ്ഠമേറിയത്. അത് നമ്മൾ വായിക്കുമ്പോൾ ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിലും നമ്മൾക്കത് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. യഹോവയായി ദൈവം
മരുഭൂമിയിൽ അവർക്ക് കൊടുത്തത് ശക്തന്മാരുടെ അപ്പമെന്ന്, സ്വർഗീയ അപ്പമെന്ന്. ഹല്ലേലൂയ. അപ്പോൾ മന്നയെക്കുറിച്ച് ഹല്ലേലൂയ സ്തോത്രം നമ്മൾ വായിക്കുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമേറിയതാണ് ദൈവം അവർക്ക് കൊടുത്തത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ അടുക്കലേക്ക് വരുന്നവർക്ക് ദൈവം കൊടുക്കുന്നത് ശ്രേഷ്ഠമേറിയത്. അതുകൊണ്ടാണ് അവിടെ ഇരിക്കുന്നത്, ശുഭകാലത്തിന്റെ പ്രത്യേകത മേൽത്തരമേറിയ പ്രൈസ് ദി ലോർഡ് ഗോതമ്പ്. ഹല്ലേലൂയ. രണ്ട് സ്തോത്രം വീണ്ടും നമ്മളിവിടെ കാണുന്നത് പാറയിൽ നിന്നുള്ള തേനെന്ന്. ഇസ്രായേൽ മക്കൾ പാറയിൽ നിന്ന് വെള്ളം കുടിച്ചു എന്ന് കാണുന്നുണ്ട്, തേൻ കഴിച്ചതായിട്ട് നമ്മൾ കാണുന്നില്ല. അപ്പോൾ പാറയിൽ നിന്നുള്ള തേനെന്ന് പറഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠമേറിയതെന്ന്. ഇത് ഇന്ന് പകൽക്കാലം ഞാൻ ജനവുമായി സംസാരിക്കുമ്പോൾ ഹല്ലേലൂയ, ദൈവമക്കളെ, ദൈവത്തിന്റെ പക്കൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ശ്രേഷ്ഠമേറിയത് പാറയിൽ നിന്നുള്ള തേൻ. ഹല്ലേലൂയ. മേൽത്തരമായ ഗോതമ്പ്. ഹല്ലേലൂയ. ശത്രുക്കളെ കീഴടക്കി വൈരികളുടെ നേരെ ദൈവം കൈതിരിച്ച് പകയ്ക്കുന്നവരെ ഹല്ലേലൂയ സ്തോത്രം കീഴ്പ്പെടുത്തി സ്വസ്ഥമേറിയ ഒരനുഭവം. ഇതിന് ദൈവം വിളിച്ചത് ഒരു ശുഭകാലമെന്ന്. അപ്പൊ ശുഭതയിലേക്കും ശുഭകാലത്തിലേക്കുമാണ് ദൈവം നമ്മെ വിളിച്ച് അവിടെ ആക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം ഈ സങ്കീർത്തനക്കാരൻ പറയുന്നത് ഹല്ലേലൂയ, ദൈവത്തിന്റെ ആഗ്രഹമായ ശുഭകാലത്ത്, ആ കാലത്ത് ഹല്ലേലൂയ സ്തോത്രം അവർക്ക് കൊടുക്കുവാൻ ആഗ്രഹിച്ചു. പക്ഷെ അതവർക്ക് ലഭിച്ചില്ല. ലഭിക്കാതിരുന്നതിന്റെ കാരണം ഏതാണ്ട് 3 പ്രാവശ്യം ആ സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, ഇസ്രായേലേ, നീ എൻ്റെ വാക്ക് കേട്ടെങ്കിൽ കൊള്ളായിരുന്നു. എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടനുസരിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. അയ്യോ, എൻ്റെ ജനം എൻ്റെ വാക്ക് കേൾക്കുകയും ഇസ്രായേൽ എൻ്റെ വഴിയിൽ നടക്കുകയും ചെയ്തുവെങ്കിൽ, എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ വാക്ക് കേൾക്കാതെ ദൈവത്തിൻ്റെ വഴിയിൽ നടക്കാതെ ഇരുന്നതുകൊണ്ടാണ് ദൈവം ആഗ്രഹിച്ച എന്നേക്ക് നിലനിൽക്കുന്ന ആ ശുഭകാലത്തിൽ അവർക്ക് നിൽക്കുവാനിടയായി തീർന്നില്ല എന്നത് കാണുവാനിടയായി തീർന്നത്. ഇത് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഒരു 2 പുത്രന്മാരിൽ ഒരു പുത്രൻ അപ്പന്റെ ഭവനം വിട്ട് അപ്പന്റെ തന്റെ വസ്തുവിൽ നിന്ന് തന്റെ ഓഹരി വാങ്ങിച്ച് ദൂരദേശത്തേക്ക് പോകുന്ന മകൻ, അവന്റെ ചരിത്രം നമ്മളൊന്ന് പഠിക്കുമ്പോൾ, അവൻ അപ്പന്റെ വീട്ടിൽ വസിച്ചപ്പോൾ അവന് ലഭിച്ചതെല്ലാം ശ്രേഷ്ഠമേറിയതായിരുന്നു. അത് നമ്മൾ വായിക്കുന്ന ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യമാണ്. പന്നി തിന്നുന്ന വാളവിര കൊണ്ട് വയറ് നിറയ്ക്കുവാൻ അവൻ ആഗ്രഹിച്ചു, എങ്കിലും ആരും അവന് കൊടുത്തില്ല. അപ്പോൾ സുബോധം വന്നിട്ട് അവൻ, എൻ്റെ അപ്പന്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. അപ്പോൾ ആ ഇളയ പുത്രൻ തൻ്റെ അപ്പന്റെ ഭവനത്തെക്കുറിച്ച് പറയുന്ന സാക്ഷ്യമാണ്. എൻ്റെ അപ്പന്റെ വീട്ടിൽ ഞാൻ മകനാണ്, എന്നാൽ കൂലിക്കാർ, കൂലിക്കാർ, ആ വീട്ടിൽ സ്ഥിരവാസമുള്ളവരല്ല കൂലിക്കാർ. രാവിലെ വന്ന് വൈകിട്ട് തിരിച്ചു പോകുന്ന, അല്ലെങ്കിൽ ജോലി ചെയ്യുന്നതിന് പണം പേടിച്ചു കൊണ്ടുപോകുന്ന, ആ വീടിൻ്റെ യാതൊരു അവകാശവും പറയാൻ, ഒരധികാരവും പറയാൻ ഇല്ലാത്ത കൂലിക്കാർ പോലും ശേഷിപ്പിക്കുക, ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുക. എന്നാൽ ഞാനോ വിശപ്പ് കൊണ്ട് നശിച്ചു പോകുന്നു. അപ്പൊ മേൽത്തരമായ അവസ്ഥയിലായിരുന്നു താൻ അപ്പന്റെ വീട്ടിൽ ആയിരുന്നപ്പോൾ. എന്നാൽ അപ്പനെ ധിക്കരിച്ച്
അപ്പന്റെ വാക്ക് ധിക്കരിച്ച് അപ്പന്റെ ഭവനം വേണ്ട എന്ന് പറഞ്ഞു പോയതാണ് അവന്റെ ജീവിതത്തിൽ ഈ പ്രയാസങ്ങൾക്ക് അല്ലെങ്കിൽ ഈ വിശപ്പ് കൊണ്ടും മരിക്കുന്നതിന് കാരണമായത്. ഒന്നുകൂടെ പറഞ്ഞാൽ, ദൈവമക്കളെ, മേൽത്തരമായ അനുഭവത്തിലേക്കായിരുന്നു ഈ മകന്റെ ജീവിതം വിളിക്കപ്പെട്ടത്. അപ്പന്റെ മകനായി മേൽത്തരമായ അനുഭവത്തിൽ ജീവിച്ചവനായവൻ. എന്നാൽ അവന് അവന്റെ അപ്പന്റെ വീട് വിട്ട് അപ്പന്റെ സ്തോത്രം വാക്കുകൾ അനുസരിക്കാൻ കഴിയാത്തത് കൊണ്ട്, അപ്പന്റെ റെസ്ട്രിക്ഷൻസിനകത്ത് നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് അവൻ പോയി എന്നുള്ളതാണ് അവന്റെ ശുഭകാലം നിൽക്കാതെ പോയത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ അവൻ മടങ്ങി വരുമ്പോൾ 15:22 നമ്മൾ വായിക്കുന്നത്, അപ്പൻ തന്റെ ദാസന്മാരോട് വേഗം മേൽത്തരമായ അങ്കി കൊണ്ട് വന്ന് ഇവനെ ധരിപ്പിക്കുവിൻ, ഇവന്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ഇടുവിൻ, തടിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറക്കുവിൻ, നാം തിന്ന് ആനന്ദിക്കുക. നോക്കണം, മേൽത്തരമായ അങ്കിയാണ് അപ്പന്റെ വീട്ടിൽ ഉള്ളത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ആ ഭവനത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. തടിപ്പിച്ച കാളക്കുട്ടി, ഇവൻ അപ്പന്റെ വീട്ടിൽ നിന്ന് പോയപ്പോൾ അവന് കിട്ടിയത് നമ്മൾ വായിച്ചതാണ്. പ്രൈസ് ദി ലോർഡ്. പന്നി തിന്നുന്ന വാളവിര പോലും കിട്ടിയില്ല എന്ന്, ആരും ഒരു കൊടുത്തില്ല എന്ന്. എന്നാൽ ഇവിടെ നമ്മൾ വായിക്കുന്നത്, പ്രൈസ് ദി ലോർഡ്, മേൽത്തരമായ അല്ലെങ്കിൽ തടിപ്പിച്ച കാളക്കുട്ടിയെ അറുക്കുന്നു. ഇവൻ വിട്ടുപോയപ്പോൾ, പന്നിയെ മേയിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഇവന് സന്തോഷമില്ല, ഈ വീട്ടിൽ ആനന്ദമുണ്ട്. ചിന്തിച്ചേ, എന്നും നിലനിൽക്കുന്ന ശുഭകാലത്തിൽ നിന്ന് ഈ ഇളയ പുത്രൻ ഓടിപ്പോയി എന്നുള്ളതാണ് അവന്റെ ശുഭകാലം നിലനിൽക്കാതെ പോയ. എന്നാൽ ഈ ഭവനത്തിനകത്തവൻ താമസിച്ചിരുന്നുവെങ്കിൽ, പ്രൈസ് ദി ലോർഡ്, അവന്റെ ശുഭകാലം എന്നും നിൽക്കുമായിരുന്നു. അപ്പൊ ഇതുതന്നെയാണ് സങ്കീർത്തനത്തിൽ 81 നമ്മൾ വായിക്കുന്നത്. ദൈവത്തിന്റെ ആഗ്രഹം എന്നേക്കും നിലനിൽക്കുന്ന ഒരു ശുഭകാലത്തിലേക്ക്, ഒരു ശുഭതയുടെ അനുഭവത്തിലേക്ക് നമ്മളെ നിർത്തണമെന്ന്. പക്ഷേ ഹല്ലേലൂയ, ദൈവം പറയുകയാണ്, എൻ്റെ വാക്ക് കേട്ടനുസരിക്കാതെ, എൻ്റെ വഴികളിൽ നടക്കാതെ അവർ പോയി എന്നുള്ളതാണ് അവരുടെ ശുഭകാലം നിലനിൽക്കാതെ പോകാൻ കാരണം. പകൽക്കാലം ദൈവമക്കളെ, ദൈവവചനത്തിൽ അനേക വാർണിംഗ് സൈനുകൾ നമുക്കുണ്ട്. എന്തിനാണ് ഇസ്രായേൽ മക്കളുടെ ശുഭകാലം എന്നേക്കും നിലനിന്നില്ല, ദൈവത്തിന്റെ വാക്ക് കേൾക്കാഞ്ഞതുകൊണ്ടാണ് എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് ഈ ധൂർത്തപുത്രൻ അപ്പന്റെ ഭവനത്തിൽ നിന്ന് പോയത് കൊണ്ട് ആണ് അവന്റെ ശുഭകാലം അവന് നിലനിൽക്കാതെ പോയത് എന്ന് പറയുന്നത്? ഇത് നമ്മുടെ ജീവിതത്തിലും ദൈവത്തിന്റെ വാക്ക് കേട്ടനുസരിക്കാതെ, ദൈവത്തിന്റെ വഴിയിൽ നടക്കാതെ, സ്വന്തം ആലോചന പ്രകാരം നടക്കുകയും സ്വന്തം ഇഷ്ടം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ചെയ്തു പോവുകയും ചെയ്യുന്ന ആളുകൾക്ക് സംഭവിക്കുന്ന ഒരു വീഴ്ചയാണ് ശുഭകാലം നിലനിൽക്കാതെ പോകുന്നത്. ഹല്ലേലൂയ. സ്വന്തം ആലോചന പ്രകാരം നടക്കുന്ന ആളുകൾ, ഹല്ലേലൂയ, ഹൃദയ കാഠിന്യം ഉള്ള ആളുകൾ, അവർ എപ്പോഴും ദൈവവചനത്തോട് മറുതലിക്കുകയും, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവവചനത്തോട് മറുതലിക്കുമ്പോൾ അവർക്ക് ശത്രുക്കൾ കൂടുക. ദൈവം വെച്ചിരിക്കുന്ന ശുഭതയോ ശുഭകാലത്തിലോ അവർക്ക് നിൽക്കുവാനായിട്ട് കഴിയുന്നില്ല. ഒരു മനുഷ്യൻ കർത്താവിന്റെ അടുക്കിലേക്ക് വരുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, അവിടെ എഴുതിയിരിക്കുന്നത് അറിവില്ലായ്മയുടെ കാലം ദൈവം ഓർക്കുന്നില്ല എന്ന്. അപ്പോൾ ഒരു അറിവില്ലായ്മയുടെ കാലത്ത് നമ്മൾ ദൈവത്തിന് ഇഷ്ടമില്ലാത്തതും ദൈവത്തിന് ഹിതമില്ലാത്തതും ദൈവമില്ലാത്തതിനെയൊക്കെ ആരാധിച്ച്,
ഹല്ലേലൂയ, നമ്മുടെ സ്വന്തം ആലോചന പ്രകാരവും സ്വന്തം ഇഷ്ടപ്രകാരവും നടന്നവനാണ്. എന്നാൽ ദൈവം നമ്മളെ കാലിലെ വിളിച്ച്, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന്റെ പക്കലേക്ക് കൊണ്ടുവരുമ്പോൾ ദൈവം നമുക്ക് തരുന്നത് ആശ്വാസകാലം എന്ന് വെച്ചാൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എൻ്റെ അടുക്കലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്ന് പറഞ്ഞ ദൈവത്തിന്റെ വചനപ്രകാരം ഒരാശ്വാസകാലം നമുക്ക് ദൈവം തരും. ആ ആശ്വാസകാലത്തിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവം കൊടുക്കുന്ന അനുഗ്രഹങ്ങളാണ്, ഹല്ലേലൂയ, സ്തോത്രം, നിലനിൽക്കുന്ന ശുഭതയുടെ കാലം എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്, ഈ ശുഭതയുടെ കാലത്ത് ദൈവം തരുന്ന അനുഗ്രഹമാണ്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്നത് പോലെ, പ്രൈസ് ദി ലോർഡ്, അവൻ നമ്മെ സ്വർഗത്തിലിരുത്തി പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ട്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മെ എല്ലാം നിറയ്ക്കുന്നവന്റെ നിറവായവൻ നമ്മെ ആത്മീയ അനുഗ്രഹത്താൽ നിറച്ച്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഈ ഭൂമിയിൽ ദൈവത്തിന്റെ മക്കൾ എന്ന പദവിയിൽ നിർത്തി ലോകത്തിന്റെ, ഹല്ലേലൂയ, മുമ്പിൽ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവം തന്നെ നമ്മിലൂടെ വെളിപ്പെടുത്തി, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിലേക്ക് ഒരു മനുഷ്യൻ വന്നാൽ അവന്റെ ജീവിതം ഇങ്ങനെ ആയി തീരുമെന്ന്, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തി ദൈവം, സ്തോത്രം, ചെയ്യുവാൻ ഒരു ശുഭതയുടെ കാലം നമുക്ക് തന്ന് നമ്മെ അനുഗ്രഹിക്കുവാൻ ഇഷ്ടപ്പെടുമ്പോൾ, അവന്റെ വാക്കുകൾ കേട്ടനുസരിക്കാതെ, അവന്റെ വഴിയിൽ നടക്കാതെ, സ്വന്തം ആലോചന പ്രകാരം നടന്ന് ഹൃദയ കാഠിന്യമുള്ളവരായി തീർന്നാൽ ആ ശുഭകാലത്തിൽ നിന്ന്, ഹല്ലേലൂയ, ദൈവം ആഗ്രഹിച്ച ശുഭതയുടെ അവസ്ഥയിൽ നിന്ന്, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, നാം മാറിപ്പോവുകയും ആ ധൂർത്തപുത്രനെ പോലെ കഷ്ടതയുടെ അവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും. അങ്ങനെയാകാതെ ദൈവത്തിന്റെ വഴിയിൽ നടന്ന്, ഹല്ലേലൂയ, ദൈവത്തിന്റെ ആലോചനകളെ കേട്ട്, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിച്ച്, പ്രൈസ് ദി ലോർഡ്, വിധേയപ്പെട്ട് പോകുവാൻ കർത്താവ് ഇടയാക്കട്ടെ. പ്രത്യേകാൽ ഉപവാസത്തിന്റെ ദിനമായ രണ്ടാമത്തെ ദിവസം, ദൈവജനമേ, ഞാൻ ജനത്തോട് പറയട്ടെ, ദൈവത്തിന്റെ ഹിതത്തിനും ഇഷ്ടത്തിനും വിരോധമായി നമ്മുടെ ജീവിതത്തിലുള്ളതിനെയെല്ലാം മാറ്റി ദൈവം ഭാഗം സമർപ്പിച്ച് വിശ്വസ്തതയും, ഹല്ലേലൂയ, സ്തോത്രം, ദൈവമാണ് എനിക്ക് ഈ ശുഭതയും ശുഭകാലവും തന്നതെന്ന് ഓർത്ത് നന്ദി പറഞ്ഞ് ഈ ഭൂമിയിൽ ജീവിക്കാം. അങ്ങനെയെങ്കിൽ എന്നേക്കും നിൽക്കുന്ന ശുഭകാലം കർത്താവ് നമുക്ക് തരും, തന്നുകൊണ്ടേയിരിക്കും. അതിൽ നിന്ന് നമ്മൾ ഒരിക്കലും മാറുകയില്ല. ശ്രേഷ്ഠമേറിയ നന്മകൾ ദിവസവും നാം അനുഭവിച്ച് ജീവിപ്പാൻ കർത്താവ് ഈ വചനങ്ങളാൽ നമ്മളെ അനുഗ്രഹിക്കട്ടെ. സകല മഹത്വവും ഞാൻ കർത്താവിന് അർപ്പിക്കുന്നു. ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇസ്രായേൽ ജനത്തെ എന്നേക്ക് നിൽക്കുന്ന ശുഭകാലത്ത് നിർത്തുവാൻ അങ്ങ് ആഗ്രഹിച്ചു. മേൽത്തരമായ ഗോതമ്പും പാറയിലുള്ള തേനും അവർക്ക് കൊടുക്കുവാൻ ആഗ്രഹിച്ചു. അവരുടെ ശത്രുക്കളെ കീഴടക്കി അവർക്ക് സ്വസ്ഥത കൊടുക്കുവാൻ ആഗ്രഹിച്ചു. എന്നാൽ അങ്ങയുടെ വാക്കവർ കേട്ടനുസരിക്കാഞ്ഞതുകൊണ്ട് അങ്ങ് ആഗ്രഹിച്ച ആ ശുഭതയോ ശത്രുവിന്റെ കീഴടക്കലോ, ഹല്ലേലൂയ, പാറയിൽ നിന്നുള്ള തേനോ മേൽത്തരമായ ഗോതമ്പോ കൊടുക്കുവാൻ കഴിഞ്ഞില്ല എന്ന് ഞങ്ങൾ വായിച്ചു. ഞങ്ങൾ അങ്ങനെ ആകരുതേ അപ്പാ. ധൂർത്തപുത്രനെ പോലെ അപ്പന്റെ ഭവനം വിട്ട് ഓടുന്നവരല്ല. മേൽത്തരമായ അനുഭവത്തിൽ എന്നും ശുഭകാലത്ത് നിലനിൽക്കുന്ന അനുഗ്രഹീത വ്യക്തികളാക്കി നിർത്തുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ശുഭതയിലേക്കും ശുഭകാലത്തിലേക്കും ഞങ്ങളെ വിളിച്ചിരിക്കുമ്പോൾ അതിൽ തന്നെ നിന്ന് മേൽത്തരമായ അനുഭവങ്ങളെ അനുഭവിച്ച് ഈ ഭൂമിയിൽ ജീവിപ്പാൻ ജനത്തെ അങ്ങ് അനുഗ്രഹിക്കണം. മഹത്വം അങ്ങയ്ക്ക്. ഞങ്ങൾക്കായി ചുമച്ചത് സുവേശ്വര ധന്യമുള്ള നാമത്തിൽ പ്രാർത്ഥന ദയവായി ശ്രമിക്കണേ, സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. അനുഗ്രഹീതമായൊരു ദിനം ദൈവജനത്തിന് ദൈവം തരട്ടെ. ഹാവ് എ ബ്ലെസ്സഡ് ഡേ. ഗോഡ് ബ്ലസ് യു.